ചലച്ചിത്ര ലോകത്ത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച് തൻ്റേതായ ഒരു ഇടം കണ്ടെത്തുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ പേര് കോറിയിട്ട ഒരാൾ എനിക്കൊപ്പം ഇന്ന് ഹെലോ മലയാളത്തിൽ അതിഥിയായിട്ടുണ്ട്. ശ്രീ ശങ്കർ രാമകൃഷ്ണൻ. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ ശങ്കർ രാമകൃഷ്ണൻ. സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇന്നിപ്പോഴത്തെ ലോകകപ്പിൽ 2 ഗംഭീര മത്സരങ്ങൾ. രാവിലെ പോർച്ചുഗലിന്റെ മത്സരം കഴിഞ്ഞു, ഇപ്പം അർജന്റീനയുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ അർജന്റീന 2 ഗോളടിച്ചു. മാത്രമല്ല സാക്ഷാൽ മിശിഹ ലയണൽ മെസ്സി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങൊരു ഫുട്ബോൾ ആരാധകനാണോ? പ്രത്യേകിച്ച് ടീമുണ്ടോ? ഇന്നത്തെ കളി കണ്ടിരുന്നോ? ആ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ ആക്ച്വലി എന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ഒമാനിലാണ്, മസ്കറ്റിലാണുള്ളത്. അപ്പോ ഫുട്ബോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ സാധാരണ ഇന്നത്തെ ലൈവ് അല്ലെങ്കിലും ഞാൻ ഹൈലൈറ്റ്സ് ആണ് കാണാറ്. ഇതുവരെയുള്ള മിക്കവാറും ഗെയിമുകൾ കണ്ടിരുന്നു. സോ ഐ ക്യാച്ച് അപ്പ്. ഓക്കെ. ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, ഇപ്പം തിരക്കഥാകൃത്താണ്, അങ്ങ് സംവിധായകനാണ്, നിർമ്മാതാവാണ്, അഭിനേതാവാണ്. പക്ഷേ ഇപ്പം എനിക്കും എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിലിരിക്കുന്നത് ആക്ടറായി ചെയ്ത ഏറ്റവും പുതിയ സിനിമ ഐ നോബഡിയുടെ വിശേഷങ്ങൾ പറയാനാണ്. അപ്പം നോബഡിയിൽ എല്ലാമാണോ താങ്കൾ? നോബഡിയില് ആ സിനിമയെ കുറിച്ച് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ച് വന്നിരിക്കുന്ന പ്രൊമോഷൻ അല്ല, എന്റെ ട്രെയിലറിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ബഞ്ച് ഓഫ് നോബഡീസിന്റെ കഥയാണ്. അത് അതായത് സാധാരണക്കാരെന്ന് നമുക്ക് പുറത്തു തോന്നുന്നവർ ജീവിക്കുന്ന അസാധാരണമായ അവരുടെ ജീവിതങ്ങളെ കുറിച്ച് ഉള്ളൊരു കഥയാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു പോലീസ് ഓഫീസറിന്റെ കഥാപാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നിട്ട് ഒരു വലിയ പ്രഷർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ, അയാളെ തന്നെ പ്രൂവ് ചെയ്യാൻ, ഒരു പക്ഷേ അയാൾ വിശ്വസിക്കുന്ന കുറെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന, അതിന് പലതരത്തിലുള്ള ലൈഫ്സിനെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീവിതങ്ങളെ അയാൾ കാണുന്നുണ്ട്, അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പ്രൈമർലി ഐ നോബഡി എന്താണ് എന്നുള്ളത് ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് അത് 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 പോർട്രേ ചെയ്യുന്ന ആൾക്കാരുടെ അസാധാരണമായ പ്രശ്നങ്ങൾ, നമ്മൾ വളരെ നോർമൽ എന്ന് കരുതുന്ന ആൾക്കാരുടെ അസാധാരണമായ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടും അതിലേക്കുള്ള ഒരു യാത്രയാണ്, ഒരു ജേണിയാണ്. ശരി. ഇപ്പം എനിക്കൊന്നും ഇപ്പം പ്രമോഷൻ സമയത്തൊക്കെ പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. നോബഡി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കഥയെ വളരെ വ്യത്യസ്തമായി പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം അങ്ങും ആവർത്തിച്ചത്. അപ്പം ഈ കഥാപാത്രങ്ങളിലും ഈ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഫിലിം മേക്കിംഗ് ശൈലി ഇതിലുണ്ട്. അതായത് നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കറിയാവുന്ന പല കഥകളിൽ ഭയങ്കര വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിഫറൻസോ എന്നുള്ളതിനെക്കാട്ടിയും കഥ പറയുന്ന ശൈലിയിൽ വരുന്ന വ്യത്യാസമാണ് ഒരു പക്ഷേ നമ്മൾ പ്രേക്ഷകരെ പലപ്പോഴും കഥയിൽ പിടിച്ചിരുത്തുന്നത്. ഐ നോബഡിയുടെ തിരക്കഥ ചെയ്തിരിക്കുന്ന ശൈലി അല്ലെങ്കിൽ അതിന്റെ സംവിധാനം ചെയ്തിരിക്കുന്ന ശൈലി അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ശൈലി, ഇത് തീർച്ചയായിട്ടും ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പീരിയൻസിലോട്ട് കൊണ്ടുപോകും. അതും വളരെ തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലോട്ട് കൊണ്ടുപോകും. ഇപ്പൊ നമുക്ക് സാധാരണ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവില് അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ടെലിവിഷനിലൂടെ ഇതൊരു വളരെ ജനറിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ. അതായത് നമ്മൾ സാധാരണ ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ ആ സീനിന്റെ ഒരു കൾമിനേഷൻ നമുക്ക് ചിലപ്പോൾ ആ ചുറ്റുപാടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷെ ഇതിൻ്റെ അകത്ത് പല ലെയറിലുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണ്. അതായത് നമ്മളൊരു വലിയ ഫ്ലോയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ പല കഥകളുടെ ഒരു ഫ്ലോയുടെ ഭാഗമാണ്. അപ്പൊ ഈ സിനിമയും അങ്ങനെ ഒരു ഭയങ്കര രസകരമായിട്ട് ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ ട്രാക്സിലൂടെ പോകുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു ശൈലിയുണ്ട് ഈ സിനിമ പറഞ്ഞിരിക്കുന്ന രീതിയിൽ. അതൊരിക്കലും നമുക്ക് ശരിക്കും അഭിനയിക്കുമ്പോൾ മനസ്സിലായിക്കോണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു കൺട്രോളും ഇല്ല ആ കഥയിൽ. അത് ജീവിതത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വലിയ സ്കീം ഓഫ് കാര്യങ്ങളുടെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ല. അപ്പൊ ആ ചുഴിയിൽ, ആ ഒഴുക്കിൽ പെട്ടുപോകുന്ന നിസ്സഹായതയുണ്ട്. ആ നിസ്സഹായതയിൽ നിന്നാണ് ഒരു വഴി അതിലെ ആൾക്കാരെല്ലാവരും, എല്ലാ ക്യാരക്ടേഴ്സും കണ്ടെത്തുന്നത്. അപ്പൊ അതൊരു ഭയങ്കര പുതിയ സംഗതിയാണ്. അത് ശരിക്കും നമ്മളെല്ലാവരും ഒരു കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ഒരു സീൻ എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. ശ്രീ ശങ്കർ രാമകൃഷ്ണൻ, ഇപ്പം പുതുതലമുറ സംവിധായകരുടെ നിരയിൽ മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ച ആൾ തന്നെയാണ് നിസാം ബഷീർ. പക്ഷെ അങ്ങേ സംബന്ധിച്ച് താരതമ്യേന ജൂനിയർ കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ നോബഡിയിലേക്കുള്ള എൻട്രി?
ക്രൂവുമായി ചേർന്നുള്ള ഒരു ചിത്രീകരണ സമയമൊക്കെ അങ്ങക്ക് എങ്ങനെയായിരുന്നു? ചോദിച്ചു മേടിച്ച റോളാണ് അത്. നിസാമിന്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് E4 എന്റർടൈൻമെന്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും കൂടാണ്. അപ്പോ ഇതിനു മുമ്പുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വോയിസസ് ഉള്ള ആൾക്കാർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, എനിക്ക് നിസാമിനെ കുറച്ച് നാളായിട്ട് നിസാമിന്റെ ഓഫ് സ്ക്രീൻ ആയിട്ടും ഐ ഹവ് സീൻ ഹിസ് വർക്ക്സ്. അപ്പം നമ്മൾ കാണുന്ന പല സിനിമകളിലും യഥാർത്ഥത്തിൽ ഐ നോബഡിയിലും ഒക്കെ ഒരു വലിയ കൂട്ടായ്മ അതിന്റെ പശ്ചാത്തലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്ന ഇതിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ആയിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ചില പേരുകൾ മാത്രം. ഇപ്പൊ നിസാം തന്നെ ലോകയുടെയും ഭാഗമാണ്, നിസാം തന്നെ പല സിനിമകളുടെയും ഭാഗമാണ്. അപ്പൊ പലതരത്തിൽ നമ്മൾ മലയാളത്തിൽ കാണുന്ന സിനിമകളുടെ പിറകിൽ ഒരു സംഘം ആൾക്കാരുടെ, അത് നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നു, നമ്മൾ ഒരു സംഘം ആൾക്കാരുടെ ഒരു കൂട്ടായ പ്രവർത്തനമുണ്ട്. അതുകൊണ്ടാണ് മലയാള സിനിമ അത്രയും ഡിഫറെന്റ് ആവുന്നത്. അപ്പൊ അത് ഇതിപ്പോ സംവിധാനം ചെയ്തിരിക്കുന്ന നിസാമാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഭയങ്കര കളക്റ്റീവ് എഫേർട്ട് ഉണ്ടായിരുന്നു. ആൻഡ് ആ വിഷൻ ഭയങ്കര ഡൈല്യൂട്ട് ചെയ്യാതിരിക്കാൻ അതിൽ ഓരോ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ദിനേഷ് എന്ന് പറയുന്ന തമിഴ്നാട്ടില് ഒക്കെ ഇതിനു മുമ്പ് ഒരുപാട് ലബ്ബർ പന്ത് പോലുള്ള സിനിമകൾക്ക് ഛായാഗ്രഹണം ചെയ്തിട്ടുള്ള ദിനേഷാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് സ്റ്റൈലാണ് ദിനേഷിൻ്റെത്. അതുപോലെ സമീറും വളരെ അൺഅസ്യൂമിങ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. അതായത് ഹീസ് നോട്ട് പേഴ്സണലി ലൗഡ് ആയിട്ടുള്ള ആൾക്കാരല്ല ഇവരാരും. നിസാം ആണെങ്കിലും ഒരു എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ചെയ്യുമ്പോഴും ഭയങ്കര ശാന്തമായിട്ട് അതിനെ, അതായത് ഒരു സെറ്റിൽ ഒരു കയോസ് ഉള്ളൊരു സാധനമല്ല, ഇതെല്ലാം ആ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യും. അതായത് നമ്മളൊരു സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിവറ്റൽ ആയിട്ടുള്ള സംഗതി ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ഒന്നും അല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ഒരുക്കാനും പ്രൊഡക്ഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏകദേശം ഒരു വർഷം എക്സാക്ട്ലി ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പല പല കാലഘട്ടങ്ങളിലൂടെ പല പല ഷെഡ്യൂളിലൂടെ അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പം ജൂലൈ 9 തിയേറ്ററുകളിൽ കാണാൻ പോവാണ്. അപ്പൊ അതിനകത്ത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള പെർഫോമൻസ്. എനിക്ക് കൂടുതലും സീക്വൻസസ് ഉള്ളത് പൃഥ്വി ചെയ്യുന്ന രാജീവൻ എന്നുള്ള ക്യാരക്ടറിനെ ഇന്ററോഗേറ്റ് ചെയ്യുന്നതും പാർവതി ചെയ്യുന്ന കഥാപാത്രവുമായിട്ടാണ് എനിക്ക് കൂടുതലും ഇന്ററാക്ഷൻസ് ഉള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരും ഇതിനു മുമ്പ് രണ്ടുപേരും പേഴ്സണലി തന്നെ ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് ആണ്. പക്ഷെ അവർ രണ്ടുപേരും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ഒരു പക്ഷേ പൃഥ്വിയായിട്ടുള്ള സീൻസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു പക്ഷെ ഞാനും പൃഥ്വിയുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. പാർവതിയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ എഴുതിയ സിനിമയിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. പല പല ശ്രീ ശങ്കർ രാമകൃഷ്ണൻ ഇപ്പൊ പൃഥ്വിരാജിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇടയ്ക്കേറെന്ന് ചോദിച്ചാണ്. കാരണം ഈ ഒരു കോംബോയിലേക്ക് വരുമ്പോഴേ പൃഥ്വിരാജ്, ശങ്കർ രാമകൃഷ്ണൻ രണ്ടുപേർക്കും ഇടയിൽ പല കോമ്പിനേഷനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ, ആക്ടർ. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും മുഖാമുഖം വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫേസ് എങ്ങനെയുണ്ടായി? സാധാരണ ഓൺ സ്ക്രീൻ വരുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് കെമിസ്ട്രി വരേണ്ടതെന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ശരിക്കും നമ്മളൊരു അത് നിസാം ബഷീർ എന്നുള്ളൊരു ഡയറക്ടർ സീനിൽ പ്രസന്റ് ആയിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് വേണ്ട, എനിക്ക് അതിനകത്ത് ആകെയുള്ളൊരു സിറ്റുവേഷൻ ഒരു തേർഡ് ടേക്ക്, ഫോർത്ത് ടേക്ക് ഒക്കെ പോകുന്നത് വരെ അതായത് പൃഥ്വിരാജൻ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഓഫ് സ്ക്രീൻ ഇമേജിനെ മാറ്റി രാജീവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിസാം എടുക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ അകത്ത് ഭയങ്കര വലിയ ഡയലോഗുകളോ അല്ലെങ്കിൽ ഭയങ്കര ആലങ്കാരികമായിട്ടുള്ള വളരെ ലിറ്ററൽ ആയിട്ടുള്ളൊരു ഭാഷയൊന്നുമില്ല. വളരെ നോർമലായിട്ട് ആൾക്കാർ സംസാരിക്കുന്ന പോലത്തെ സംഗതികളിൽ വച്ചിട്ടാണ് അദ്ദേഹം ഡ്രാമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് പാർവതിയുടെ ആണെങ്കിലും കുറേയൊക്കെ നമ്മൾ പറയുന്നതിനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനെക്കാട്ടിയും ഒരു ഇൻ ബിറ്റ്വീൻ അവർ അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. അവരുടെ ദാമ്പത്യത്തിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി സ്റ്റോറി കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിന്റെ ഒരു ത്രില്ലിംഗ് എലമെന്റിന്റെ ഒക്കെ അപ്പുറത്തേക്ക്. അപ്പൊ അത് നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്ന ഒരു ഓഫീസറാണ്. സോ അപ്പം അയാൾക്ക് അയാളുടേതായ അജണ്ടാസ് ഉണ്ട്. കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷെ അത് എല്ലാവരും ഇതിൽ അങ്ങനത്തെ ഒരു ആ ഒരു ഡെഫിനേഷനിൽ വരുന്നതാണ്. മിക്കവാറും എല്ലാവരും ഗ്രേ ആണ് അതിൻ്റെ അകത്ത്. എല്ലാവരിലും ഉണ്ട് ഒരു ഗ്രേ. അപ്പൊ നമ്മൾ ഈ സത്യത്തിനും കള്ളത്തിനും ഒക്കെ നിൽക്കുന്ന പോലത്തെ അത്തരം ഭയങ്കര രസങ്ങളുള്ള, അതായത് നമ്മളെ നിത്യജീവിതത്തിൽ കാണുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. നമുക്ക് ചിലപ്പോൾ കള്ളം പറയേണ്ടി വരിക, അല്ലെങ്കിൽ കള്ളം പറയുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരിക. ഒരു പോലീസ് ഇന്ററോഗേഷൻ ശരിക്കും നമ്മള് പുറത്തു നിന്ന്
നമ്മൾ ആ ഇൻട്രോഗേഷനെ കാണുന്നതിനെക്കാട്ടിയും ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോവുകയും പക്ഷെ അതേസമയം വളരെ ഇൻസസീവ് ആയിട്ട് നമ്മൾ ഭയങ്കര ട്രോമാറ്റൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു പോലീസ് ഇൻട്രോഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ട് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്ന ഫിലിം മേക്കേഴ്സിനും ആക്ടേഴ്സിനും മാക്സിമം സ്പേസ് അവർ തന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രൊസീജിയറിലും ഒക്കെ എല്ലാവർക്കും ആ പടത്തിലൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഇപ്പൊ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതിന്റെ. കാരണം ഈ ഒരു വർഷത്തിനിടയിൽ ഞാൻ പലപ്പോഴും ഏത് സിനിമയാണ് നമ്മൾ ചെയ്യുന്നത്, ഐ നോബഡി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത്ര അറിഞ്ഞുകൂടായിരുന്നു. ഒരു പക്ഷെ ഇപ്പം എടുത്ത് ചോദിക്കുമ്പോൾ ഐ നോബഡി എന്നുള്ള സിനിമയ്ക്ക് കുറേയും കൂടെയൊക്കെ വിസിബിലിറ്റി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് എക്സ്പെക്ടേഷൻ that this will be a different film and this will be the extraordinary life of ordinary people എന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പക്ഷേ സിനിമ റിലീസാവുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും. ഓക്കെ, ശ്രീ ശങ്കരാമർഷൻ, ഇപ്പം കേരള കഫേയിലെ ഐലൻഡ് എക്സ്പ്രസ് മുതലാണല്ലോ ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിലെ ഒരു സൗഹൃദം തുടങ്ങുന്നത്. അപ്പം അതോ അതിനു മുൻപ് ഉണ്ടായിരുന്നു അറിയില്ല, ഞാൻ പറയുകയാണ്. ഇപ്പം സിനിമയിലെ പല സാധ്യതകളും അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തേടുമായിരുന്നോ? ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓഗസ്റ്റ് സിനിമയുടെ പിറവി അടക്കമാണ്. ഓക്കെ. അല്ല, ആ ഹിസ്റ്ററിക്ക് കേരള കഫേയിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനു മുമ്പ് അതായത് നന്ദനത്തിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. അതല്ലാതെ തന്നെ ഒരു തിരക്കഥ എന്നുള്ള സിനിമയിൽ അതിനു മുമ്പ് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതല്ലാതെ അതിന്റെ നമ്മൾ ഒരുമിച്ച് നേരിട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും പാരലി പല പല പ്രൊജക്ടുകളും ഞങ്ങൾ സംസാരിച്ചിരുന്നു. കേരള കഫേയിലാണത് എന്താണ് നമുക്ക് സാക്ഷാത്കരിച്ചതെന്ന് വെച്ചാൽ കേരള കഫേയിലാണ് അങ്ങനെ ഒരു യൂണിയൻ പോസിബിൾ ആയത്. നമുക്ക് അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ ബിക്കേം പാർട്ട് ഓഫ്. അത് കഴിഞ്ഞിട്ട് ഉറുമി എന്നുള്ള സിനിമ പോസിബിൾ ആവുന്നതിന്റെ റീസൺ ഒരു സിനിമ, ഒരു ഇമ്പോസിബിൾ സിനിമ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു ആക്ടർ എടുത്തൊരു ഇമ്മൻസ് എഫേർട്ടിന്റെ റിസൾട്ട് ആണ് ശ്രീ സന്തോഷ് ശിവനെ പോലെയും ഷാജി നടേശനെ പോലെയൊക്കെയുള്ള ഒരു ആൾക്കാരെ എന്നിട്ട് കൊണ്ടുവന്നൊരു ഓഗസ്റ്റ് സിനിമ ഉണ്ടാക്കിയതും ഉറുമി പോലൊരു സിനിമ ചെയ്യാനായിട്ട് അന്ന് എനിക്ക് തോന്നുന്നത് അത് അന്നത്തെ ഒരു ഭയങ്കര എഫേർട്ടിന്റെ ഭാഗമാണ്. പക്ഷെ ഇന്നിപ്പോ നമ്മൾ മലയാളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ അത്തരം ഇമ്പോസിബിൾ സിനിമകൾ ഉണ്ടാക്കാനുള്ള കൂട്ടായ്മകളുടെ എണ്ണം കൂടുന്നതായിട്ട് നമുക്ക് കാണാം. സോ ഐ തിങ്ക് ഇറ്റ് ട്രിഗേർഡ് അങ്ങനെ വരാൻ ഒരു കളക്ടീവ്സിന് വരാൻ. ശരിക്കും ഞാൻ അടുത്ത ചോദ്യം ഉറുമിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ ബാഹുബലിയെ കുറിച്ച് പറയുന്നു, കാന്താരയെ കുറിച്ച് പറയുന്നു, KGF-നെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ പാൻ ഇന്ത്യൻ സിനിമകളാണ്. അതേക്കുറിച്ചൊക്കെ നമ്മൾ ആഴത്തിൽ സംസാരിക്കുന്നു. സത്യത്തിൽ ആ ശ്രേണിയിലേക്ക് ചേർത്ത് വയ്ക്കാവുന്നതും ഒരുപക്ഷെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ സിനിമയായിരുന്നില്ലേ ഉറുമി? അപ്പം അക്കാലത്ത് പാൻ ഇന്ത്യൻ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന വലിയൊരു ക്യാൻവാസ് എടുത്ത സിനിമയായിരുന്നു. അപ്പം ഉറുമി അത് അങ്ങയുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയൊരു ഏടാണ്? അങ്ങനെ ഉറുമി ഒരു വലിയ നമ്മുടെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ലെജസിയുടെ തുടർച്ചയാണ്. ഉറുമി അതൊരു പുതിയ സെറ്റ് ഓഫ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്തു എന്നുള്ളേ ഉള്ളൂ. മലയാളത്തിൽ വലിയ ചിത്രങ്ങളും വലിയ തരം കളക്റ്റീവുകളും അല്ലെങ്കിൽ അത്തരം കളക്റ്റീവ് മൂവ്മെന്റ്സും ഉണ്ടായിട്ടുണ്ട്. അതൊരു പുതിയ ആക്ടർ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ വഴി തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഇതായിരുന്നു. അതിനുശേഷം ഇപ്പൊ എത്രയോ സിനിമകളിൽ അദ്ദേഹം ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ SS രാജമൗലിയുടേതടക്കം, പ്രശാന്ത് നീലിന്റേതടക്കം, മേഘ്ന ഗുൽസാറിന്റേതടക്കം ഒരുപാട് സിനിമകളിൽ ഇപ്പൊ പൃഥ്വി ഒരേ സമയം നമുക്കിപ്പോ മലയാളത്തിലേക്ക് ധർമ്മ പ്രൊഡക്ഷൻസ് വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. സിമിലർലി നമുക്കിപ്പോൾ മലയാളത്തിൽ എടുത്തു പറയാനുള്ള മറ്റ് ആക്ടേഴ്സും, അത് ശ്രീ കുഞ്ചാക്കോ ബോബനാവട്ടെ, അല്ലെങ്കിൽ ഫഹദ് ഫാസിലാവട്ടെ, അല്ലെങ്കിൽ ജോജു ജോർജ് ആവട്ടെ, നിവിൻ പോളി ആവട്ടെ, നമുക്ക് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ദുൽഖർ സൽമാൻ ആവട്ടെ, ഇവരെല്ലാവരും തന്നെ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വലിയ പ്രൊഡക്ഷൻ ഹൗസുകളുടെയും വലിയ ഫിലിം മേക്കേഴ്സിന്റെയും ഭാഗമാകാനായിട്ട് ഒരു ട്രെൻഡ് സെറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്കിംഗ് ആയിട്ടുള്ള ഒരു വലിയ സിനിമകളുടെ ഭാഗമാകാനായിട്ടുള്ള ഒരു ട്രിഗർ പോയിന്റ് ഉറുമി ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഉറുമി അങ്ങനെ ഒരു സ്പേസിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുള്ളത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഉറുമി എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതൊരു പേഴ്സണൽ കാര്യമല്ല. ഞാൻ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ട്രാൻസ്ലേറ്റ് ദിസ് ഇൻ ദ സെയിം വേ ദാറ്റ് ഐ തിങ്ക്. അതായത് ഇത് ഉറുമി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് അല്ല. അത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയെ വേറൊരു തരത്തിലേക്ക് ഡൈവേർജ് ചെയ്യാനും ട്രാൻസ്ഗ്രസ് ചെയ്യാനും സംഭവിച്ചത്. വലിയ സിനിമയാവട്ടെ ചെറിയ സിനിമ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ദ ബഡ്ജറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷെ സിനിമ എന്നുള്ള നിലയിൽ അത് ഡെഫിനറ്റ്ലി ഒരു ബെഞ്ച് മാർക്കിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കാട്ടിയും വലിയ ബെഞ്ച് മാർക്കുകളും ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് നൈസ് ടു ബി പാർട്ട് ഓഫ് എ മൂവ്മെന്റ്. ആൻഡ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ ഉണ്ട് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ.
ശരിക്കും ശരിക്കും ശ്രീ ശങ്കരരാമകൃഷ്ണൻ, ഇപ്പം ഇത് കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് സ്പിരിറ്റ് ആവും, ആക്ടറായിട്ടുള്ളൊരു തുടക്കം. ഇപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഓർമ്മ വേണം. അതിനൊപ്പം തന്നെ ഇപ്പം അങ്ങയുടെ സിനിമയുടെ തുടക്കം അത് അത്രയധികം എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ശ്രീ രഞ്ജിത്താണോ സിനിമയിലേക്കുള്ള ആദ്യപടി? കേരള കഫേക്ക് മുമ്പ് എന്തായിരുന്നു അങ്ങയുടെ ഒരു പ്ലാൻ ഒക്കെ എന്തായിരുന്നു? കേരള കഫേയില് ഞാൻ ചെയ്യേണ്ട സെഗ്മെന്റ് ആയിരുന്നില്ല. സിനിമയിലേക്ക് ഞാൻ വരുന്നതിന് കാരണവും സിനിമയിലേക്ക് ഞാൻ വരുന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ വഴിയും ഒരുക്കിയത് രജേട്ടനാണ്. നന്ദനം എന്നുള്ള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് കയ്യൊപ്പ്, തിരക്കഥ, പാലേരി മാണിക്യം, പ്രാഞ്ചിയേട്ടൻ, ഇന്ത്യൻ റുപ്പി തുടങ്ങി ഒരുപാട് സിനിമകളുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാനും അത്തരം സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റി. അതിനിടയിലാണ് കേരള കഫേ പോലൊരു സിനിമാ ശ്രമം ക്യാപിറ്റോൾ തിയേറ്ററിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ സമയത്താണ് ഞാൻ 2008 തിരക്കഥ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആക്ച്വലി ഒരു വലിയ എപ്പിക് സിനിമ പ്ലാൻ ചെയ്തിരുന്നു. NFDC ആയിട്ടൊക്കെ ചേർന്നുള്ളൊരു കോ പ്രൊഡക്ഷൻ ആയിരുന്നു. ആ പ്രോജക്റ്റ് വളരെ അംബീഷ്യസ് ആയിട്ട് ഒരു പ്രോജക്റ്റും മലയാളത്തിൽ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ടും ആ സമയത്ത് അപ്രൂവൽ കിട്ടിയിട്ട് നമുക്ക് ആ സിനിമ തുടങ്ങാനായില്ല. പക്ഷേ 2010 നമുക്ക് ഉർമി പോലൊരു വലിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഓഗസ്റ്റ് സിനിമ വന്നതുകൊണ്ടാണ് നമുക്ക് ഉർമി പോലൊരു സിനിമ ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അതിനെക്കാട്ടിയും വലിയ സിനിമകൾ ആക്ച്വലി ഇതിനിടയിൽ ശ്രമിച്ചിട്ടുണ്ട്. പല സിനിമകളും നടക്കാതെ പോകുന്നതുകൊണ്ടാണ് അത് കുറിച്ച് അറിയാത്തത്. പക്ഷെ നമ്മൾ ആ വലിയ ശ്രമങ്ങൾ ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല. നമ്മൾ അത്തരം വലിയ സിനിമകൾ വലിയ ക്യാൻവാസിൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പം നമുക്ക് ചുറ്റുമുള്ള സിനിമകളും അതിനെക്കാട്ടിയും വലുതായിക്കൊണ്ടിരിക്കുക. സോ പ്രൈമർലി വി ആർ ഓൾസോ ട്രൈങ് ടു എക്സ്പാൻഡ് ദ ഹൊറൈസൺ. അതിനു മുമ്പ് ഞാൻ കുറച്ചുനാള് സിനിമയിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുനാൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യായിരുന്നു. അതിനു മുമ്പ് പഠിച്ചതൊക്കെ ട്രിവാൻഡ്രത്തും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുമായിട്ടാണ്. ട്രിവാൻഡ്രം ലോ കോളേജിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലായിട്ടാണ് ഞാൻ പഠിച്ചത്. സോ പഠിക്കുന്ന സമയത്തും പ്രൈമർലി വി വർ വർക്കിംഗ് ഇൻ ദ ടെലിവിഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നമുക്ക് ടെലിവിഷനിലും അതുപോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളിലും നമ്മൾ കുറച്ചു കാലമൊക്കെ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, ശരി. ഇപ്പം ഈ സിനിമ എഴുത്തുകളിലൊക്കെ അങ്ങൊരു ഇടവേള എടുക്കുന്നതാണോ അതോ അഭിനയത്തിലേക്ക് കൂടി കടന്നതുകൊണ്ട് സമയം എടുക്കുന്നതാണോ? ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ. സിനിമ എഴുത്ത് ഇതിനിടയിൽ ആക്ച്വലി നമ്മളിപ്പോ സിനിമ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണുള്ളത്. അതിപ്പോ നമുക്ക് സിനിമ പുറത്ത് വരാൻ അല്ലെങ്കിൽ സിനിമയ്ക്ക് വരാനുള്ളൊരു സമയം നമ്മൾ എടുക്കുന്നതിനാണ്. അതിന് ഗ്യാപ്പ് എന്നാണോ വിളിക്കുന്നത്, അതൊരു ജസ്റ്റേഷൻ പീരീഡ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ ചെയ്യുന്ന സിനിമ യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ടുള്ളൊരു ജേർണിയാണ് സിനിമ ചെയ്യുന്നതിനെക്കാട്ടിയും വലിയ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. സിനിമ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഒരു സമയത്ത് നമുക്ക് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന പീരീഡിനാണ്. അതിന് വലിയൊരു സംവിധാനമൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സിനിമകൾക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പാണ്. ഞാനങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് എനിക്ക് ഭയങ്കര കൺവിൻസ്ഡ് ആവുന്ന സമയത്ത് മാത്രം സിനിമയിലോട്ട് വരുവാണ്, അല്ലെങ്കിൽ ചെയ്യുവാണ്. ശ്രീ ശങ്കരരാമകൃഷ്ണൻ, ഇപ്പം 18ാം പടിയെ പറ്റി പരാമർശിക്കാതെ അങ്ങുമായി സംസാരിക്കുമ്പോൾ പോകാൻ പറ്റില്ല. കാരണം അതൊരു വലിയ അറ്റംപ്റ്റ് ആയിരുന്നു, അത്രയധികം കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പം 18ാം പടി അനുഭവം എങ്ങനെയായിരുന്നു? 18ാം പടി ഒരു സീറോ ബഡ്ജറ്റ് സിനിമയായിട്ടാണ് തുടങ്ങിയത്. നമ്മള് കുറെ ആൾക്കാര് ഒരുമിച്ച് കൂടുകയും അതായത് വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, വളരെ നോർമൽ ആയിട്ടുള്ള പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വീടുകളിലും അഭിനേതാക്കളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പുകൾ അന്ന് ഇല്ലാതിരുന്നൊരു സമയത്ത് നമുക്ക് ആക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ആക്ടിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും അത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് വരുന്ന കുട്ടികളെ വെച്ച് ഒരു സിനിമ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് ആ സിനിമ കൊണ്ടുണ്ടായ ഏറ്റവും വലിയ കാര്യം. അതിന്ന് മലയാള സിനിമയിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന പല ആക്ടേഴ്സിനെയും സമ്മാനിക്കാൻ, അല്ലെങ്കിൽ അവര് ഇപ്പൊ സന്ദീപ് പ്രദീപിനെ പോലെ, അശ്വത്തിനെ പോലെ, അല്ലെങ്കിൽ ആർഷയെ പോലെ, ചന്തുനാഥനെ പോലെ, അംബിയെ പോലെയൊക്കെയുള്ള ഒരുപാട് ആക്ടേഴ്സിനെ സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് പറ്റി. ആ സിനിമയിൽ നിന്ന് ഒരു നാഷണലി റിനൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറിനെ, സുദീപ് ഇളപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമാറ്റോഗ്രാഫർ ഉണ്ടായി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഒരു ബഞ്ച് ഓഫ്, എഗെയിൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിപ്പോ സംസാരിക്കുന്ന സിനിമയെ കുറിച്ച് പറഞ്ഞ ഒരു ബഞ്ച് ഓഫ് നോബഡീസ് ഉണ്ടാക്കിയ സിനിമയാണ്.
അവര് ഒരുമിച്ച് വരാനും അങ്ങനെ ഒരു കളം ഉണ്ടാക്കാനും ഓഗസ്റ്റ് സിനിമയിലെ ഷാജി നടേശന്റെ ഇനിഷ്യേറ്റീവും ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. കാരണം അത് ആ സമയത്ത് അത് 18-ാം പടി ഇമ്പോസിബിൾ സിനിമയാണ് ആ അർത്ഥത്തിൽ. കാരണം നമുക്ക് ഒരിക്കലും പെർമിഷൻ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുക, മോഡൽ സ്കൂൾ പോലുള്ള ഹെറിറ്റേജ് ലെഗസിയുള്ള സ്ഥാപനങ്ങളിൽ ഷൂട്ട് ചെയ്യുക, ക്രൈസ്റ്റ് നഗർ പോലെയുള്ള ഒരു സ്കൂളിൻ്റെ അകത്ത് ആ ഒരു ഫുൾ പെർമിഷനിൽ നമുക്ക് ഷൂട്ട് ചെയ്യുക, അവിടുത്തെ 10,000-3000 കുട്ടികൾ അഭിനയിക്കുക, ഡെയിലി നമുക്കൊരു 10-25-30 ദിവസം അത്രയും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക. സോ അപ്പൊ അതൊരു സിനിമ എന്നുള്ളതിലുപരി ബേസിക്കലി അതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് അതീതമായിട്ടുള്ള ഒരു എപ്പിക് സ്വഭാവം ഉണ്ടായിരുന്നു. ഈവൻ ദോ നമുക്ക് സ്കൂളുകൾക്കകത്ത് നമുക്ക് ഇന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങളൊരു സ്കൂളിലോട്ട് പോയാൽ ആ സ്കൂളിന്റെ ഉപരിതലത്തിൽ കാണുന്നതല്ലാത്ത ഒരു 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 രണ്ടാമത്തെ വേൾഡ്, അതായത് നമ്മളിപ്പോൾ അതിനു വേണ്ടി ബോംബെയിലോ ഹൈദരാബാദിലോ മംഗലാപുരത്തോ ആംസ്റ്റർഡാമിലോ ഒന്നും പോകേണ്ട ഒരു അണ്ടർവേൾഡ് കാണാൻ. നമ്മളൊരു സാധാരണ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൂളിന്റെ അകത്ത് നമുക്ക് അതിന്റെ അധോ തലങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ആ അങ്ങോട്ടുള്ള ഒരു ജേണി, അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾ, അതിപ്പോ ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായൊന്നുമല്ല, എല്ലാ കാലവും സ്കൂളിന്റെ അകത്ത് ഒരു പവർ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ആ പവർ പൊളിറ്റിക്സിലോട്ട് പോവാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വളരെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു വേൾഡിന്റെ അകത്ത് ഹൗ പീപ്പിൾ സർവൈവ്, യഥാർത്ഥ ലേണിംഗ് നടക്കുന്നത് എവിടെയാണ്, നിങ്ങൾ പഠിച്ച നിങ്ങളുടെ എല്ലാ വിദ്യകളും നിങ്ങൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണോ പഠിച്ചത്, അതോ നിങ്ങൾ തെരുവിൽ നിന്നാണോ പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണോ നിങ്ങൾ പഠിച്ചത് എന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. സോ ഇറ്റ് വാസ് അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരു താരം പോലും നമ്മൾ ആക്ച്വലി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഒരു ഘട്ടത്തിന് ശേഷം ആ സിനിമയിലേക്ക് നമ്മൾ മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്തത് ആ സിനിമയ്ക്ക് ഒരു വിസിബിലിറ്റി ഉണ്ടാവാനും ആ സിനിമ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യാനും ഒക്കെ പറ്റുന്നത് അതിലേക്ക് അതിൻ്റെ അകത്ത് ക്യാമിയോ വേഷങ്ങൾ ചെയ്ത വലിയ താരങ്ങൾ ആ സിനിമയോട് കാണിച്ച വളരെ അനുഭാവപൂർണമായ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ സിനിമ ഒരു പക്ഷേ അങ്ങനെ ഒരു വിസിബിലിറ്റിയിലോട്ട് അന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നിശ്ചയമായും സിനിമ അടിപൊളിയാണ്. മാത്രമല്ല അതിലെ പാട്ടുകൾ അതിഗംഭീരമായിരുന്നു. 18-ാം പടിയിലെ എല്ലാ പാട്ടുകളും ഭയങ്കര രസമുള്ള പാട്ടുകളുമായിരുന്നു. ശ്രീ ശങ്കരാമർഷൻ, ചോദിക്കാനാണെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്, പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രമാണ്. അപ്പം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അതിനോപടിക്ക് എല്ലാവിധ ആശംസകളും. അത് കാണാനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളൊക്കെയും. അങ്ങേക്ക് ഇന്ന് നല്ലൊരു ദിവസം കൂടി ആവട്ടെ. നന്ദി. തിരിച്ചു ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ചതിനും ഇതിന്റെ ഭാഗമാക്കിയതിനും നന്ദി. ഓക്കെ, ഒരുപാട് സന്തോഷം.